നമസ്കാരം. ഭക്ഷണം എന്നാൽ മനുഷ്യനത് നാവിന്റെ രുചി മാത്രമാണ്. എരിവും പുളിയും ഉപ്പും മണവും ഒക്കെ മുൻനിർത്തി മനുഷ്യർ ധാരാളം വാരി വലിച്ചു കഴിക്കുകയും ചെയ്യും. പക്ഷേ ഗുണം എന്നുള്ള കാര്യത്തെപ്പറ്റി ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നു പോലുമില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മായം കലർന്ന നിറവും മണവും ഏറെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഇനി കാര്യങ്ങൾ മാറി മറിയും. ലോകാരോഗ്യ സംഘടനയുടെ ചില പ്രസ്താവനകൾ, ചില നിരീക്ഷണങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. നിങ്ങൾക്കറിയാമോ, ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷം ആളുകൾ ദിവസവും മലിനമായ ഭക്ഷണം കഴിക്കുന്നത് കാരണം രോഗികളാകുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ വെളിപ്പെടുത്തലിലൂടെ ഭക്ഷ്യജന്യ രോഗങ്ങളുടെ ഭയാനകമായ ആഗോള ആഘാതം ആഴത്തിൽ മനസ്സിലാക്കിയേ മതിയാകൂ. സുരക്ഷിതമല്ലാത്ത ഭക്ഷണത്തിന്റെ ഉപയോഗം കാരണം ലോകമെമ്പാടും ഏകദേശം 1.6 ദശലക്ഷം ആളുകൾ പ്രതിദിനം രോഗബാധിതരാകുന്നുണ്ട്. ഇങ്ങനെയാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഭയാനകമെന്ന് പറയട്ടെ, ബാധിച്ചവരിൽ ഗണ്യമായ 40% 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. പോഷകാഹാരക്കുറവിന്റെയും മരണനിരക്കിന്റെയും അപകട സാധ്യതകൾ ഇവരെ വേട്ടയാടുന്നു. ഈ സ്ഥിതിവിവര കണക്കുകൾ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ അടിവരയിടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിൽ ഏറ്റവും ദുർബലരായ ആളുകൾക്ക് സുരക്ഷിതമല്ലാത്ത ഭക്ഷണത്തിന്റെ ഗണ്യമായ സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ്. താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിൽ $110 ബില്യൺ വാർഷിക നഷ്ടം കണക്കാക്കുന്നുണ്ട്. ഈ സാമ്പത്തിക ഭാരം ഉൽപാദനക്ഷമതയെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, ഇതിനകം തന്നെ നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഭക്ഷ്യമലിനീകരണത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ സങ്കീർണവും ബഹുമുഖവുമാണ്. പല പ്രദേശങ്ങളിലും നിലനിൽക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥാ കീടങ്ങളുടെ വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുകയും സ്വാഭാവികമായി സംഭവിക്കുന്ന വിഷവസ്തുക്കളുടെ രൂപവൽക്കരണത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സംയുക്ത ഫലങ്ങൾ ഈ വെല്ലുവിളികളെ കൂടുതൽ വഷളാക്കുന്നുണ്ട്. ഭക്ഷ്യ സംവിധാനങ്ങൾ സംരക്ഷിക്കുന്നതിന് ശക്തമായ പ്രതികരണങ്ങൾ ആവശ്യമാണ്. ഭക്ഷ്യ സംവിധാനങ്ങൾ സംരക്ഷിക്കുന്നതിന് കൃത്യമായ നടപടികൾ എടുത്തേ മതിയാകൂ. ഭക്ഷ്യസുരക്ഷ ഒരു കൂട്ടുത്തരവാദിത്തമാണ് എന്നും സർക്കാരുകളും ഉൽപാദകരും ഉപഭോക്താക്കളും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ തങ്ങളുടെ പങ്ക് വഹിക്കേണ്ടതുണ്ട് എന്നുള്ളതും എടുത്തു പറയണം. ദേശീയ ഭക്ഷ്യസുരക്ഷ അടിയന്തര പ്രതികരണ പദ്ധതികൾ വികസിപ്പിക്കുന്നതിലും കർശനമായി പരിശോധിക്കുന്നതിലും ഗവൺമെന്റുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതേസമയം വിതരണ ശൃംഖലയുടെ സമഗ്രത ഉറപ്പാക്കാൻ നിർമ്മാതാക്കളും ഭക്ഷ്യ ബിസിനസ് ഓപ്പറേറ്റർമാരും ഭക്ഷ്യസുരക്ഷാ മാനേജ്മെന്റ് പ്രോട്ടോകോളുകൾ ഉത്സാഹത്തോടെ നടപ്പിലാക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും വേണം. ഉത്തരവാദിത്തം നയരൂപീകരണക്കാരുടെയും നിർമ്മാതാക്കളുടെയും ചുമലിൽ മാത്രമല്ല വരേണ്ടത്. ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഉപയോക്താക്കളും കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നിങ്ങൾ തീരുമാനിക്കുക ഗുണകരമായ ഭക്ഷണമേ കഴിക്കൂ എന്നുള്ളത്. വീട്ടിൽ സുരക്ഷിതമായ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന രീതികൾ സ്വീകരിക്കുന്നതിലൂടെയും ഏതെങ്കിലും സംഭവങ്ങൾ ഉടനടി റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെയും വ്യക്തികൾക്ക് സ്വയം ശാക്തീകരിക്കാനും അപകട സാധ്യതകൾ ലഘൂകരിക്കാനുമുള്ള കൂട്ടായ ശ്രമങ്ങൾക്ക് സംഭാവന നൽകാനും കഴിയും. ഭക്ഷ്യസുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിലൂടെ നമുക്ക് പൊതുജനാരോഗ്യം സംരക്ഷിക്കാനും സാമ്പത്തിക പ്രതിരോധം വർദ്ധിപ്പിക്കുവാനും സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു ഭാവി വളർത്തിയെടുക്കാനും കഴിയും. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ഊന്നി പറയുന്നതും അതുതന്നെയാണ്. സുരക്ഷിതമല്ലാത്ത ഭക്ഷണവുമായി ബന്ധപ്പെട്ട പൊതുജനാരോഗ്യ അപകടങ്ങളെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും പ്രതികരിക്കുന്നതിനുമുള്ള പ്രാധാന്യത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു വാർഷിക വഴികാട്ടിയായിട്ടാണ് ആ ദിനം പ്രവർത്തിക്കുന്നത്. ഈ വർഷത്തെ തീം അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നല്ല ആരോഗ്യവാന്മാരായിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്.